അരവിന്ദിന്റെ മക്കളുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ലൂസിയാമ്മ എന്ന സ്ത്രീയെ സ്വാധീനിച്ച സുജാത ഗംഗയുടെ വിവാഹം മുടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവരെ വീട്ടിൽ വിളിച്ചു കയറ്റി അവൾക്ക് ആഹാരം കൊടുക്കുന്നു. അതുപോലെ തന്നെ കുറച്ച് പൈസയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ലൂസിയാമ്മ പറഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കും സുജാതെ, ഒരു കാരണവശാലും ഗംഗയുടെ ഈ ആലോചന നടക്കാൻ പോകുന്നില്ല. ഇത് മുടക്കാനായിട്ട് ഈ ലൂസിയാമ്മയ്ക്ക് അറിയാന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്ന സമയത്താണ് ലൂസിയാമ്മ അവിടെ ഇരിക്കുന്ന കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കാണുന്നേ. അയ്യോ, ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സാ. വീട്ടിലാണ് കൊച്ചുമക്കൾക്ക് ഈ കപ്പളങ്ങപ്പഴമൊക്കെ ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞു. എന്നാൽ ലൂസിയാമ്മ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് കിട്ടാവുന്ന മാക്സിമം സാധനമൊക്കെ മേടിച്ചുകൊണ്ട് ലൂസിയാമ്മ അങ്ങോട്ട് പോവാണ്. ആ സമയത്ത് വിനീത് അങ്ങോട്ടേക്ക് വരുന്നേ. വിനീത് വന്നിട്ട് സുജാത പറഞ്ഞു, അമ്മ എന്തു പരിപാടിയെ കാണിക്കണേ? ഇതൊക്കെ ദൈവത്തിന് നിരക്കാത്ത പരിപാടികളാന്ന് പറഞ്ഞു. തൽക്കാലത്തേക്ക് നീ ഇപ്പൊ ഇതിനെക്കുറിച്ച് ചിന്തിക്കണ്ട അമ്മ. ഇത് ശരിയാന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? ആ സ്ത്രീക്ക് എന്തിനാ പൈസ കൊടുത്തേ? അവരെ സ്വാധീനിച്ച് എന്തിനാ ഈ വിവാഹം മുടക്കാൻ ശ്രമിക്കണേന്ന് ചോദിച്ചു. എടാ, ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തേ മതിയുള്ളൂ. നമ്മൾ നേരും നെറിയൊക്കെ നോക്കിക്കൊണ്ട് നിന്നിട്ടുണ്ടെങ്കിലേ ശരിയാകത്തില്ല. നമ്മളോടും അതുപോലെ തന്നെ വേണം. നിന്റെ അമ്മാവൻ എന്താ ചെയ്തേ? നിന്റെ അമ്മാവൻ ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അങ്ങേര് ചെയ്തത്. നിഷ്കാരണം തള്ളിക്കളഞ്ഞില്ലേ ഒടുവില്? നിനക്കുള്ള അവളെന്നും പറഞ്ഞ് ഇത്രയും കാലം കാത്തിരുന്നു. ഒടുവിലോ കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമൻ കാക്ക ഒത്തിപ്പോയതുപോലെ പോയില്ലേടാ. അവസാനം എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അവൾ നിഷ്കാരണം നിന്നെ വലിച്ചെറിഞ്ഞില്ലേ? അമ്മേ, അതിപ്പോ അവൾക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞേനെ അമ്മാവൻ എന്ത് ചെയ്യാനാ? വീണ്ടും നീ ന്യായീകരിച്ചോണ്ട് വന്നേക്കരുത്. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഈ സുജാതയോട് കളിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും കളി ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി അവളുടെ പിന്നാലെയുള്ള ആ നടത്തം അങ്ങോട്ട് അവസാനിപ്പിച്ചോ. ഇത് കേട്ടപ്പം വിനീത് പറഞ്ഞു, അമ്മ ഇങ്ങനൊന്നും പറയല്ലെന്ന് പറയണം. നിന്നോടെല്ലാം മിണ്ടായിരിക്കാൻ പറഞ്ഞാ നീ അങ്ങോട്ട് അനുസരിച്ചാൽ മതി. അതും പറഞ്ഞ് സുജാത ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോയി. വിനീതിന് ഭയങ്കര വിഷമമായി. ആ സമയത്ത് ഗംഗയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നല്ലൊരു ആലോചന വന്നത്. ദുബായിലാണ് ചെക്കന് ജോലി. റഷീദ് എന്ന് അവന്റെ പേര്. അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിയുമ്പോൾ തനിക്ക് അങ്ങോട്ടേക്ക് പോയാലോ എന്നൊരു ചിന്ത. പോകുന്നതിന് മുമ്പ് അവളെ വിളിക്കാനായിട്ട് ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടാണ് പോയത് റഷീയുടെ. കാരണം അവർ പരസ്പരം കണ്ടിട്ടില്ല. അപ്പം ഗംഗയെ വിളിക്കണം, വിളിച്ച് സംസാരിക്കണം. ഇനി ദുബായിൽ നിന്ന് അവൻ വന്ന ഉടനെ പരസ്പരം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹം നടത്താം. അങ്ങനെ ഒരു തീരുമാനത്തിലൊക്കെ കാര്യങ്ങളെത്തി. അങ്ങനെ നമ്പർ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടേക്ക് വന്നിട്ട് യമന പറഞ്ഞു, ഒരു കാര്യം ചെയ്യും ഗംഗേച്ചി ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചു നോക്കാനാ? അതെ, വിളിച്ചു നോക്ക. ഇഷ്ടമല്ലേന്ന് അറിയാവോ? അങ്ങനെയൊന്നും അറിയത്തില്ലോ എന്ന് പറഞ്ഞു. അല്ല, ചേച്ചിയുടെ നമ്പറും ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ചേച്ചി ഇങ്ങോട്ടേക്ക് വിളിക്കുമായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടോണ്ടാണ് കാവേരി അങ്ങോട്ടേക്ക് വരുന്നത്. കാവേരി വന്നിട്ടുണ്ട്. തലക്കാലത്ത് ഈ ചേച്ചി അങ്ങോട്ട് വിളിക്കാനൊന്നും പോകണ്ട, ഇങ്ങോട്ടേക്ക് വിളിക്കുവാണെങ്കിൽ വിളിക്കട്ടെ. നമ്മൾ അങ്ങോട്ട് ചാടിക്കേറി വിളിക്കുന്നൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല എന്നൊക്കെ കാവേരി പറഞ്ഞു. കുറെ സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഗംഗയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ്. അത് റഷ്യയാണ് വിളിക്കുന്നത്, ദുബായിൽ നിന്ന്. പിന്നെ റഷ്യ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ റഷ്യ, അച്ഛനാണ് ഗംഗയുടെ നമ്പരൊക്കെ എനിക്ക് തന്നേന്ന് പറഞ്ഞു. പിന്നീട് ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിക്കുകയാണ്. ആ സമയം ഗംഗ സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങി പോന്നു. അങ്ങനെ അവിടെ നിന്ന് പുറത്തു വന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ കാവേരി അങ്ങോട്ട് വന്നു. കാവേരി വന്ന് നോക്കുമ്പോൾ ഗംഗ ഭയങ്കര സംസാരമാണ്. ഇവിടെ എങ്ങുമല്ല ഗംഗയുടെ ശ്രദ്ധ, സംസാരത്തിൽ മാത്രമാണ്. അങ്ങനെ സംസാരിച്ച് അവിടെ ഒരു ജാതി നിൽക്കുന്നുണ്ടായിരുന്നു. ജാതിയുടെ കുറെ ഇലയെല്ലാം പറിച്ചിങ്ങനെ താഴേക്ക് ഇട്ടുകൊണ്ടിരിക്കുക. കാവേരി വന്ന് ഗംഗയെ വിളിച്ചു. എന്റെ ഗംഗേച്ചി, ഇതെന്ത് പരിപാടിയാ? ഇതെന്ത് ദ്രോഹ മരത്തോട് ചെയ്യുന്നേ? ആ ഇലകൾ മൊത്തം എന്തിനാ ഇങ്ങനെ പറിച്ചു കളയണമെന്ന് ചോദിച്ചു. ഒരു നിമിഷം ഗംഗ ശരിക്കും നാണം കിട്ടു. അല്ല, അത് പിന്നെ ഞാന് എന്നും പറഞ്ഞുകൊണ്ട് ഗംഗ നിൽക്കുമ്പോഴത്തേനും കാവേരി പറഞ്ഞു, മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായെന്ന് പറയണം. ആരാ വിളിക്കണേന്ന് മനസ്സിലായി, ഒന്ന് പോടി അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് ഗംഗ ഓടി. പിന്നെ അല്ല, കാവേരി ഓടുവാണ്. ഇതൊക്കെ രാധമ്മ അവിടെ നിന്ന് കണ്ടു. രാധമ്മയ്ക്ക് നല്ല സങ്കടമായി. കാരണം തന്റെ കൊച്ചുമാനാണ് വിനീത്. അവന് ഇവളും കൂടെ ഒന്നാവാൻ വേണ്ടിയിട്ട് താനും കുറെ പ്രാർത്ഥിച്ച ഒടുവില് ഇവൾക്ക് അവനെ ഇഷ്ടമില്ല. പാപം അവന്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ ഓർത്തപ്പോ രാധമ്മയ്ക്ക് നല്ല വിഷമമായി. ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നേ. പിന്നീട് ധന്യ രാജേശ്വരിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അങ്ങനെ ജോലിക്ക് ചെല്ലുന്ന സമയത്ത് രാജേശ്വരി ധന്യയെ കുറെ ചീത്ത പറയുന്നുണ്ട്. ചീത്ത പറയുക മാത്രമല്ല, അവളുടെ കർണത്തിട്ട് അടിക്കുകയും ചെയ്തു. ഇനി ജോലിക്ക് ചെല്ലണ്ടെന്നൊക്കെ പറയുകയും ചെയ്തു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ധന്യക്ക് ഭയങ്കര ടെൻഷനായി. ആകെയുള്ള വരുമാന മാർഗമാണ് നിലച്ചു പോയത്. അന്ന് കാവേരി കയറി അമ്മമാരെ അടിച്ചിട്ടുണ്ടായിരുന്നു. ആ കിരൺ എന്ന് പറയുന്നവനെയൊക്കെ തല്ലിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വാശിയും കാര്യങ്ങളും തീർത്താണ് രാജേശ്വരി. അപ്പൊ ധന്യ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് ധന്യയോട് വരണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ധന്യ എന്ത് ചെയ്തു, ഒടുവില് വീട്ടിലേക്ക് പോരുവാണ്. വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് ഗംഗയും കാവേരിനെയും കൂടെ കാണുന്നേ. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗംഗ ചോദിച്ചു, എന്താ ധന്യയുടെ മുഖത്ത് എന്താ അത് പാടെന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ ആരെങ്കിലും തല്ലിയോന്ന് ചോദിച്ചു.
അത് സത്യം പറ ആരാ തല്ലിയെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ധന്യ പറഞ്ഞു, അത് പിന്നെ എന്നെ രാജേശ്വരി മാഡോ തല്ലിയെന്ന് പറഞ്ഞു. രാജേശ്വരി മാഡോ? അവരെന്തിനാ തല്ലിയത്? പിന്നീട് കാര്യങ്ങൾ പറയാണ്, വീട്ടിലേക്ക് വിളിച്ച് വരുത്തിയതും അതിനുശേഷം ഇനി ജോലിക്ക് വരണ്ടെന്നൊക്കെ പറഞ്ഞ് തല്ലി ഓടിച്ച് വിട്ടൊക്കെ പറയണം. അത് കേട്ടപ്പോൾ കാവേരി പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ ഗംഗേച്ചി, ഇത് രണ്ടാൾ പണി കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗംഗ പറഞ്ഞു, ശരിയാ പണി കൊടുക്കണം, അങ്ങനെയാണ്ട് കാര്യം ചെയ്യാം, ഞാനും വരാം, നമുക്ക് പോകാമെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കാവേരി പറഞ്ഞു, ഏയ് അത് വേണ്ട, അത് ശരിയാകത്തില്ല, പിന്നെയോ ഞാൻ പോയിക്കോളാം, ധന്യ ഇങ്ങോട്ട് കയറ്, ഇത് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞു. ആ സമയം ഗംഗ പറഞ്ഞു, ഞാനും കൂടെ വരാം. വേണ്ട ഗംഗ വെച്ച് വരണ്ട, കാരണം ഗംഗയുടെ കല്യാണമൊക്കെ ഏകദേശം പറഞ്ഞു വെച്ചിരിക്കുകയല്ലേ, ഇനി ഇമാതിരി കാര്യങ്ങളൊന്നും ഗംഗ തലയിടണ്ടെന്നാണ് കാവേരി പറഞ്ഞത്. അങ്ങനെ ധന്യയും കൂട്ടിക്കൊണ്ട് നേരെ രാജേശ്വരിയെ കാണാൻ അവിടെ പോവാണ്. ഇതേ സമയത്ത് അരവിന്ദന്റെ അടുത്തേക്ക് ശാരദ വന്നു. ശാരദ വന്നിട്ട് പറഞ്ഞു, അല്ല ഇനിയിപ്പം അധികം വൈകാതെ തന്നെ കല്യാണം നടത്തണ്ടേ, ആ ചെക്കൻ ദുബായിൽ നിന്ന് വന്നോണ്ട് കല്യാണം നടത്തണ്ടേ? അത് ശാരദ, ഒരാളുടെ കാര്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സമാധാനമായി, ബാക്കി എല്ലാവരുടെ കാര്യം നടത്തിയിട്ട് വേണം നമുക്കൊരു ജീവിതം തുടങ്ങാനായിട്ട്, എനിക്ക് ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. ഈ പ്രാരാബ്ദങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മക്കളുടെ എല്ലാം കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ ഇവിടെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഒന്ന് നിൽക്കാലോ, അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല, അവരെയൊക്കെ കല്യാണം കഴിപ്പിച്ച് വിടുകയൊക്കെ ചെയ്യേണ്ടല്ലേ. ശാരദ പറഞ്ഞു, എല്ലാം ശരിയാകും അരവിന്ദേട്ടൻ ധൈര്യമായിട്ടിരിക്കുക, എനിക്ക് തോന്നുന്നേ ഗംഗമോളെ അവർക്ക് ഇഷ്ടപ്പെട്ടെന്നാ തോന്നേ. അത് ശരിയാ, ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു, പക്ഷെ വിനീതിന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ശാരദെ. ഗംഗമോൾക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാ ഞാൻ ഈ ബന്ധത്തിന് സമ്മതിക്കായിരുന്നേ, അല്ലായിരുന്നെങ്കിലോ വിനീത് നല്ല പയ്യനല്ലേ, അവനൊരു പാവ, അവന്റെ മനസ്സിൽ നല്ല സങ്കടമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശാരദ പറഞ്ഞു, നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അവളുടെ ഇഷ്ടമല്ലേ നമ്മൾ നടത്തി കൊടുക്കണ്ടേ. അതെ, അതുകൊണ്ട് മാത്രം എൻ്റെ മക്കളുടെ ഇഷ്ടത്തിനാണ് ഞാൻ ജീവിക്കുന്നത്, കാരണം അവർക്ക് ഒരു കാര്യത്തൊന്നും തോന്നരുത് അച്ഛൻ കാരണം തങ്ങളുടെ ജീവിതം നശിച്ചെന്ന്. നാളെ അല്ലെങ്കിൽ ചിലപ്പോൾ ഗംഗമോള് പറയും അച്ഛൻ അവളെ ഇവിടെ തഴച്ചിട്ടെന്ന്. അതുകൊണ്ട് വേണ്ട, എന്തിനാ വെറുതെ അവരെ പറയിപ്പിക്കുന്നത്, അവളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ നടക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ ജയപാലനോട് പറഞ്ഞ് ഈ ആലോചന കൊണ്ടുവന്നത്, നല്ലൊരു ബന്ധം തന്നെയാണ്, അവളുടെ ആഗ്രഹം പോലെ അവൾക്ക് ദുബായി പോവുകയാണെങ്കിൽ കല്യാണത്തിന് ശേഷം പോവുകയും ചെയ്യാലോ. ശാരദ പറഞ്ഞു, അതൊക്കെ ശരിയാ അരവിന്ദേട്ട, പക്ഷെ അവളും കൂടെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷമം, അവളെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. സാരമില്ല ശാരദയെ, കുടുംബമായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാ, പെൺമക്കളുണ്ടെങ്കിൽ ഇങ്ങനെയാ, കല്യാണം കഴിപ്പിച്ച് വരേണ്ട വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒന്ന് ആശ്വസിപ്പിക്കുകയാണ്. ആ സമയം ശാരദ പറഞ്ഞു, അരവിന്ദേട്ടൻ ഇത് പറയാം, ഇന്ന് വരെ എൻ്റെ മക്കളെ ഞാൻ പിരിഞ്ഞിരുന്നിട്ടില്ല എന്ന് പറഞ്ഞു. അരവിന്ദൻ പറഞ്ഞു, അപ്പൊ എൻ്റെ കാര്യമോ, എന്നെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ആ ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്ന എത്രയോ കാലങ്ങളായി, എൻ്റെ മക്കളുടെ മുഖം നേരെ ചൊവ്വ എന്ന് കാണാൻ പോലും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ശാരദയെ സമാധാനിപ്പിക്കുകയാണ്. അതേ സമയത്ത് കാവേരി ധന്യയും കൊണ്ട് നേരെ രാജേശ്വരിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കോളിംഗ് ബെൽ അടിച്ച് കഴിയുമ്പോൾ രാജേശ്വരി വന്ന് കഥ തുറക്കുകയാണ്. കാവേരിയെ ധന്യയും കൂടെ കണ്ടു. ധന്യയെ കണ്ടപ്പോൾ ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കാവേരി പറഞ്ഞു, അതെ ഞാനാണ് കൂട്ടിക്കൊണ്ട് വന്നേന്ന് പറഞ്ഞു. നീ എന്തിനാടി കൂട്ടിക്കൊണ്ട് വന്നേന്ന് ചോദിച്ചു. അതെ, ചുമ്മാ അങ്ങനെ തോന്നിയാസം അങ്ങനെ അടിച്ചിറക്കാനുള്ളൊന്നും അല്ല, നിങ്ങൾക്ക് തോന്നുമ്പോൾ തല്ലാനും ഇറക്കി വിടാനായിട്ടും, നിങ്ങൾ അതിന് ആരാ എന്താന്നൊക്കെ പറഞ്ഞു കൊടുന്ന് ദേഷ്യപ്പെടുവാണ് രാജേശ്വരിയോട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്, എന്തായി തീരുമെന്ന് അറിയത്തില്ല. ഇനി അതിന്റെ ഇടയ്ക്കിലേക്ക് നീവം വരുമോന്ന് അറിയത്തില്ല, നീവം തടസ്സം പിടിക്കാൻ വരുമോന്നും അറിയില്ല. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.